ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, തൈര്, ഒരു 2 കഷ്ണം ഗ്രാമ്പു, 2 കഷ്ണം ഏലക്ക, കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇടുക. എന്നിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം പിന്നീട് നമുക്കിത് നല്ലപോലെ വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ഇതുപോലെ നല്ല മൂത്ത് വരും. ഇത് അടിയിൽ കുറച്ച് പിടിച്ചായിരുന്നു കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ ചിക്കൻ ഇടാൻ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഈ ചിക്കൻ കറി അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അപ്പത്തിനും ബിരിയാണിക്കൊക്കെ പറ്റുന്ന ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയുള്ള കറിയാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട്, ചിക്കൻ കറിയുടെ ഒപ്പം തന്നെ ഞാനൊരു തട്ടിക്കുട്ട് ബിരിയാണിയും കൂടി ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഒരു സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിനകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കറിവേപ്പില വെച്ചങ്ങ് അലങ്കരിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.